ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കുന്ന വഖഫ് ഭേദഗതി ബില്ലിനെക്കുറിച്ചുള്ള ചർച്ചകൾ എങ്ങും പുരോഗമിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനമായി ഉയരുന്ന കോൺസ്പിറൻസി തിയറി, ഈ ബില്ല് പാസ്സാക്കാനുള്ള ഭൂരിപക്ഷം NDA സർക്കാരിന് ലഭിക്കില്ല എന്നും NDAയിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷികൾ ഇതിനെ പിന്തുണയ്ക്കില്ല എന്നുള്ള വാർത്തകളാണ്. അത് എത്രത്തോളം ശരിയാണ് എന്ന് പരിശോധിക്കുകയാണ് നമ്മൾ. ഒപ്പം തന്നെ ഈ ബില്ല് ലോക്സഭയിൽ എങ്ങനെയാകും BJP പാസ്സാക്കി എടുക്കുക എന്നുകൂടി നമ്മൾ പരിശോധിക്കുന്നു. ലോക്സഭയുടെ ടോട്ടൽ സീറ്റുകളുടെ എണ്ണം 543 ആണ്. NDAയ്ക്ക് അതിൽ 293 സീറ്റുണ്ട്. ഈ വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് എത്ര MPമാർ വരാതിരുന്നത്. കാരണം അനാരോഗ്യം മൂലം വോട്ടെടുപ്പിൽ പങ്കെടുക്കാൻ കഴിയാതിരിക്കുന്ന വിവിധ പാർട്ടികളിൽപ്പെടുന്ന MPമാരുണ്ടാകും. ഒപ്പം തന്നെ വിദേശത്തും മറ്റും പോയിട്ടുള്ള വിവിധ പാർട്ടികളിൽപ്പെടുന്ന MPമാരുണ്ടാകും. അവരുടെയൊക്കെ എണ്ണം ഈ വോട്ടെടുപ്പിന് ശേഷം മാത്രമേ അറിയാൻ കഴിയൂ. അപ്പോൾ അവരുടെ എണ്ണം ഒരുപക്ഷെ കുറയാനുള്ള സാധ്യതയാണ് കൂടുതലും. എങ്കിലും 293 സീറ്റുകൾ NDAയ്ക്കുണ്ട്. സ്വാഭാവികമായി തന്നെ 272 വോട്ടുകൾ ഉണ്ടെങ്കിൽ തന്നെ പാസ്സാക്കി എടുക്കാൻ കഴിയും. അപ്പോൾ 293 NDA BJP നേതൃത്വം നൽകുന്ന മുന്നണികൾക്കുണ്ട്. അപ്പം തന്നെ പ്രതിപക്ഷ മുന്നണികൾക്ക് 249 വോട്ടുകളാണുള്ളത്, 249 സീറ്റുകളാണുള്ളത്. ഇവിടെയാണ് BJPയുടെ പ്രധാനപ്പെട്ട സഖ്യകക്ഷിയായ TDPയും JDUവും പിന്തുണയ്ക്കില്ല എന്നൊരു വാദം ഉയർന്നു വന്നിരിക്കുന്നത്. എന്നാൽ ആ വാദങ്ങളെ അസ്ഥാനത്താക്കിക്കൊണ്ട് തന്നെ ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം ഈ കക്ഷികളും ഒപ്പം തന്നെ സ്വതന്ത്രന്മാരും ഈ ബില്ലിനെ പിന്തുണയ്ക്കുമെന്നാണ്. അതായത് ഒരു മുന്നണിയിലും പെടാത്ത സ്വതന്ത്രന്മാർ ഉൾപ്പെടെ ഈ ബില്ലിനെ പിന്തുണയ്ക്കും എന്ന നിലയിലാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം JDUവും TDPയും ഈ ബില്ലിൻ്റെ ചില ഭേദഗതികൾ നിർദ്ദേശിച്ചിരുന്നു. അതിലൊന്ന് മധ്യസ്ഥൻ എന്ന നിലയിൽ ജില്ലാ മജിസ്ട്രേറ്റിനെ നിയമിക്കണം എന്നുള്ളതായിരുന്നു. മറ്റൊന്ന് മുൻകാല പ്രാബല്യം, ഒപ്പം തന്നെ അതിപുരാതനമായിട്ടുള്ള ഈ മുസ്ലിം ആരാധനാലയങ്ങളുണ്ട്. അതായത് 100-150 വർഷം പഴക്കമുള്ള ആരാധനാലയങ്ങൾ, അത് ഈ ഒരു നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യും. ഇത് ഘടകകക്ഷികൾ മുൻപോട്ട് വെച്ച ഒരു ഭേദഗതിയായിരുന്നു. ഈ ഭേദഗതിയിലൂടെ രാംവിലാസ് പാസ്വാന്റെ പാർട്ടിയും ഒപ്പം തന്നെ നിതീഷ് കുമാറിൻ്റെ JDUവും TDPയും പിന്തുണയ്ക്കും. അതായത് ലോക്സഭയിൽ വളരെ ഈസിയായി തന്നെ ഈ ബില്ല് പാസ്സാകും എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. ഒപ്പം തന്നെ എല്ലാ MPമാരുടെ കർശനമായി സഭയിൽ ഉണ്ടായിരിക്കണമെന്ന് ഇന്നലെ തന്നെ BJP അവരുടെ MPമാർക്ക് വിപ്പ് നൽകിയിരുന്നു. ഘടകകക്ഷികളും അവരുടെ MPമാർക്ക് വിപ്പ് നൽകിയിട്ടുണ്ട്. ഇവിടെ നിർണായകമാകുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഇവിടെ YSR കോൺഗ്രസ്, ഒപ്പം തന്നെ ശിരോമണി അകാലിദൾ, AIMI, അതായത് അസദുദ്ദീൻ ഓവൈസി ഒരു മുന്നണിയിലും ഇല്ലാത്തതാണ്. SPM NDAയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. വടക്കിഴക്ക് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പാർട്ടിയാണ്. വടക്കിഴക്ക് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 2 സ്വതന്ത്രന്മാരുടെ പിന്തുണ ഉറപ്പാക്കിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ എണ്ണം ഒരുപക്ഷെ 296 എത്താനുള്ള സാധ്യതകളുമുണ്ട്. ഏതായാലും വോട്ടെടുപ്പിന് ശേഷം മാത്രമാണ് എത്ര MPമാർ വോട്ട് ചെയ്യാൻ എത്തിയില്ല എന്നുള്ള വിവരം അറിയാൻ കഴിയുന്നത്. ഏതാണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വോട്ടെടുപ്പിന് വേണ്ടിയിട്ടുള്ള വിപ്പുകൾ നൽകി കഴിഞ്ഞിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.